വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂർ നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി. ഇതേ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ മുടങ്ങി. സംഭവത്തിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ പോലീസ് പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ VP കൊച്ചാഗസ്തി ഇവിടെ എത്തിയത് വാർദ്ധക്യകാലത്ത് മെച്ചപ്പെട്ട താമസവും പരിചരണവും ചികിത്സയും കിട്ടുമെന്ന പരസ്യം കണ്ടിട്ടാണ്. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുകയാണ് സ്ഥാപനത്തിന് നൽകിയത്. വൃദ്ധസദനത്തിലെത്തിയ ആദ്യ നാളുകളിൽ പ്രശ്നങ്ങളില്ലായിരുന്നെന്ന് ആഗസ്തി പറയുന്നു. 11 ലക്ഷത്തിൽ കൂടുതൽ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചേക്കണേ. എനിക്ക് അതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ മോശമാണ്, കഷ്ടമാണ്. ഞാനൊരുപാട് പ്രായമായ ആളാണ്. മരുന്നും എല്ലാവരും തരാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മരുന്നൊന്നും തരണില്ല. മരുന്നൊക്കെ തന്നിട്ട് 3-4 മാസമായി. അതൊക്കെ അയാളുടെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്തമായിട്ട് അയാൾ സ്വയം ഏറ്റെടുത്തേക്കണതാണ്. കാശ് മേടിച്ചപ്പോൾ ഇതുവരെ ഒന്നും അയാൾ ചെയ്യണില്ല. പിന്നെ 2-3 ദിവസം മുന്നേ അയാളുടെ ഫാദർ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. കോഴ്സ് അത് പോലീസ് കേസായെന്ന് എനിക്ക് തോന്നണേ. കാശ് കിട്ടിയാൽ വളരെ ഉപകാരം. ഞങ്ങളെ കൊണ്ട് അത് മേടിക്കാനായിട്ടുള്ള ശക്തിയും കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പോലീസുകാരോട് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നടത്തിപ്പുകാരനായ ജീവൻ തോമസ് വിദേശത്തേക്ക് കടന്നതോടെ ചികിത്സയും പരിചരണവും ഒക്കെ മുടങ്ങി. പലതവണയായി കൊച്ചാഗസ്തിയുടെ കയ്യിൽ നിന്നും 11 ലക്ഷം രൂപയാണ് വാങ്ങിയത്. മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഇവരെ പരിചരിക്കാനായി ഒരു ജീവനക്കാരി മാത്രമാണുള്ളത്. അവർക്കും മാസങ്ങളായി വേതനം ലഭിക്കുന്നില്ല. അടച്ചുറപ്പുള്ള ചുറ്റുമതിലും സുരക്ഷാ ജീവനക്കാരനുമില്ല. ഭക്ഷണം മുടങ്ങിയതോടെ സ്വന്തം കയ്യിലുള്ള പണം മുടക്കിയാണ് പ്രായമായ അന്തേവാസികൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്നാൽ സാമ്പത്തികമായി തകർന്നതോടെ അയർലൻഡിലേക്ക് ജോലി അന്വേഷിച്ചു പോയെന്നും പണം കിട്ടുന്ന മുറയ്ക്ക് പ്രശ്നപരിഹാരം കാണുമെന്നുമാണ് ജീവൻ തോമസ് പറയുന്നതെന്നും അന്തേവാസികൾ പറഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ്. 2 വർഷമായി. അപ്പം ആഹാരമൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് കിട്ടുന്നുള്ളൂ. നേരത്തെ പഴയ പോലെയൊന്നും ഇല്ല. പിന്നെ അയാൾ വിദേശത്ത് മുങ്ങിയിരിക്കുകയാണ്. പൈസ അയാളുണ്ടാകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ അന്തേവാസികൾ പോലീസിൽ വിളിച്ച പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൃദ്ധസദനത്തിലെത്തി അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ SHO S മഹേഷ് കുമാർ പറഞ്ഞു.